ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ അവൽ മിൽക്ക് ഷേക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോണേട്ടാ ഗൈസ്. അപ്പോൾ ഞാൻ കുറേ നാളായി ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് ആലോചിക്കണം, പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഞാൻ എപ്പോഴും പറയണമല്ലോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് ഇട്ടാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കും. സോ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യം വലിച്ചു നിട്ടുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ആദ്യം വേണ്ട മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അവൽ നമുക്ക് റോസ്റ്റ് ചെയ്യണം. നമുക്കിപ്പോൾ റോസ്റ്റഡ് ആയിട്ടുള്ള അവലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന റോസ്റ്റഡ് അവലാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. കാരണം കുറച്ച് ഗീയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ അവലോട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പീനട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പീനട്ട് ഇവിടെ ഞാൻ തന്നെ വറുത്തതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ പാക്കറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ വറുത്തതായത് കാരണം എനിക്ക് നല്ലൊരു ടാസ്ക് കിട്ടിയിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ തൊണ്ട് കളയണം ഗൈസ്. അപ്പോൾ ഞാൻ തൊണ്ട് കളയാനുള്ള പ്രക്രിയയിൽ ഇരിക്കുവാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ പീനട്ടൊക്കെ ഞാൻ ഇവിടെ തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന പാളയന്തോടം പഴം ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു 6-7 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് നമുക്ക് അത്രയും എടുക്കാം. അപ്പോൾ ഞങ്ങൾ 3-4 പേരുള്ളത് കാരണം ഞാൻ അത്രയും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പഴം നമുക്ക് നല്ല രീതിയിൽ നല്ലോണം അങ്ങോട്ട് ഒരു സ്പൂൺ എടുത്ത് നല്ലോണം അങ്ങോട്ട് ഉടച്ച് കൊടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഓൾറെഡി സ്പൂൺ എടുത്ത് ഇത് ഉടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലോണം ഒടിച്ച് ആ കട്ടയൊക്കെ മാറുന്ന രീതിയിൽ നല്ല ഫൈനായിട്ട് നമുക്ക് ഉടച്ചെടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് ഉടച്ചിട്ട് വരാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിട്ടോ. വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ പഴത്തിൻ്റെ ആ മിക്സ് ആഡ് ചെയ്ത് കൊടുത്തു. ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ നമ്മൾ ഇടാൻ പോകണം നമ്മൾ റോസ്റ്റ് ചെയ്ത അവലാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് റോസ്റ്റ് ചെയ്തത് റെഡിമെയ്ഡായിട്ട് ഇപ്പം നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ബട്ടറിലിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള അവൽ വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനത് കാരണം അത് അങ്ങനെ തന്നെ ഡയറക്റ്റ് ഇട്ടു. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ക്രിസ്പി ആവണ വരെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിരിക്കുക. ഭയങ്കരമായിട്ട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ തേർഡ് ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പീനട്ടാണ്. അപ്പം ഞാൻ പീനട്ട് ഇവിടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന്. ഗൈസ്, അപ്പോൾ അതേ നമ്മുടെ അവൽ മിൽക്ക് ഷേക്കിൻ്റെ ഹാഫ് നമ്മളിപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 5 രൂപയുടെ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആ ബൂസ്റ്റ് കുറച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള നമ്മുടെ മിൽക്ക് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലിൽ നമ്മൾ ഓൾറെഡി ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിട്ട് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ഷുഗർ ആഡ് ചെയ്യണം. അങ്ങനെ പാൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ സെയിം സ്റ്റെപ്പ് തന്നെ ഒന്നും കൂടെ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴം ഇട്ടായിരുന്നു, അതുപോലെ തന്നെ അവൽ, പിന്നെ നമ്മുടെ പീനട്ട്, പിന്നെ നമ്മുടെ ബൂസ്റ്റ്, അങ്ങനെ നമുക്ക് ആ ടോപ്പ് ലെയർ വരെ നമുക്ക് എത്തിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള 2-3 ചേരുവകൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന നമ്മുടെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ഷേക്കാണ്. വിത്തിൻ കുറച്ച് നേരം മതി നമുക്ക്
നമുക്ക് അധികം ടൈം വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുള്ളൂ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഡീറ്റെയിൽ എല്ലാം അറിയാൻ പറ്റുള്ളൂ. സോ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലവ് യു ആൻഡ് ബൈ.